ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കവിതയാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിത. മലയപുലെ നട്ട് വെള്ളമൊഴിച്ചു വളർത്തിയ വാഴ, കുലയ്ക്കുമ്പോൾ കുല വെട്ടിയെടുത്തുകൊണ്ടു പോകുന്ന ക്രൂര മനസ്സിന് ഉടമയായ ജന്മി. ഇതാണ് കവിതയുടെ ഇതിവൃത്തം. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തനായ ഒരു യജമാനനെ നാം കണ്ടുമുട്ടുകയാണ്. ഇവിടെ യജമാനൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തോട്ടം നടുന്നു, വേലി കെട്ടുന്നു, മുന്തിരിച്ചക്ക് സ്ഥാപിക്കുന്നു, ഗോപുരം നിർമ്മിക്കുന്നു. അങ്ങനെയെല്ലാം തോട്ടത്തിൻ്റെ സംരക്ഷണം മാത്രമാണ് ജോലിക്കാരെ ഏൽപ്പിക്കുന്നത്. എന്നാൽ അവസാനം തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തോട്ടത്തിൽ നിന്നും പുറത്താകുന്നൊരവസ്ഥ. അതെ, ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാകാം. നമ്മെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് അവസാനം അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരനുഭവം. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ഒന്ന് വിലയിരുത്താം. എൻ്റെ ജീവിതത്തിലെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിൽ എൻ്റെ ഒപ്പം നിന്നവരുടെയും എനിക്ക് കരം തന്നവരുടെയും ഒക്കെ സ്ഥാനം ഇന്ന് എവിടെയാണ്? അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉടമയായ യേശുക്രിസ്തുവിനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പുറത്താക്കിയിട്ടുണ്ടോ? സങ്കീർത്തകനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എനിക്ക് നൽകണമേ.